إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ശ്രമിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകൾ എന്നുള്ള നിലയിൽ നാം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആവശ്യക്കാരാണ്. നമ്മുടെ ചെറുതും വലുതുമായ ഏതു കാര്യങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിവർത്തിച്ചു തന്നെങ്കിലല്ലാതെ, അവൻ സാധിപ്പിച്ചു തന്നെങ്കിൽ അല്ലാതെ അതൊരിക്കലും സംഭവിക്കുകയില്ല, ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിറിലെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യന്മാരെ, അൻതുമുൽ ഫഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ഫഖീറന്മാരാണ്, നിങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അഥവാ മനുഷ്യന്മാർ എത്ര ധനികരായിരുന്നാലും, എത്ര വലിയ അധികാരത്തിന്റെ മുകളിലാണെങ്കിലും, എത്ര വലിയ സമ്പത്തിന്റെ അകമ്പടിയുള്ളവനാണെങ്കിലും, അൻതും അൽ ഫഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ ആരാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിങ്ങൾ ഫഖീറന്മാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാകട്ടെ ഗനിയാണ്, അവൻ മറ്റൊരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനും മറ്റൊരാളിലേക്ക് ആവശ്യം ഇല്ലാത്തവനുമാണ്, ഹമീദുമാണ്, സ്തുത്യർഹനുമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ, മനുഷ്യന്മാർ, പ്രത്യേകിച്ചും സത്യവിശ്വാസികളായ ആളുകൾ, അവരുടെ എല്ലാ ആവശ്യങ്ങളും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ദുനിയവിന്റെ കാര്യങ്ങളാകട്ടെ പരലോക കാര്യങ്ങളാകട്ടെ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വെക്കുന്നത് അത് നിവർത്തിച്ചു കിട്ടാൻ വേണ്ടിയാണ്, പടച്ചറബിന്റെ മുമ്പിലാണ് അവൻ വെക്കുന്നത്. കാരണം മനുഷ്യന്മാരെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ആ രൂപത്തിൽ തന്നെയാണ്, അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരായിക്കൊണ്ട് തന്നെയാണ് അല്ലാഹു മനുഷ്യന്മാർ സൃഷ്ടിച്ചിരിക്കുന്നത്. വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യന്മാർ എല്ലാവരും ദഈഫുകളാണ്, ദുർബലന്മാരാണ്. എത്ര മസ്ലുള്ളവനാണെങ്കിലും, എത്ര വലിയ ശക്തിയുള്ളവനാണെങ്കിലും അവൻ ദുർബലനാണ് പടച്ചറബിന്റെ മുമ്പിൽ. അപ്പോൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൗർബല്യം അവന്റെ സൃഷ്ടിപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്.
അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് എല്ലാത്തിനും ശക്തിയുള്ളവൻ എന്നുള്ളതുകൊണ്ട് അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്കാണ് അവൻ തവക്കുൽ ചെയ്യേണ്ടത്. അവന്റെ ഏതൊരു വിഷയമുണ്ടെങ്കിലും ആ വിഷയം അവന് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ള അല്ലാഹുവിനോടാണ് അവൻ ചോദിക്കേണ്ടത്, ഏത് കാര്യമാണെങ്കിലും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിന്റെ 173-ാമത്തെ ആയത്തിൽ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് വനിഅമൽ വക്കീൽ. നിങ്ങളെന്ത് കാര്യമുണ്ടോ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് നിങ്ങൾക്ക് ഏൽപ്പിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല ശക്തി എന്ന് പറയുന്നത് പടച്ചോനാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ പറ്റിയ വനിഅമൽ വക്കീൽ, നിങ്ങളുടെ ഏറ്റവും നല്ല വക്കീൽ, ഏറ്റവും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഏൽപ്പിക്കാൻ പറ്റിയ വ്യക്തി അത് അല്ലാഹു സുബ്ഹാനഹു വതആലയാകുന്നു എന്നതാണ് വിശുദ്ധ ഖുർആന്റെ താല്പര്യം. അതിനാണ് സഹോദരന്മാരെ തവക്കുൽ എന്ന് നമ്മൾ സാധാരണയായിക്കൊണ്ട് പറയാറുള്ളത്. അഥവാ ഒരു മനുഷ്യന്റെ എന്താവശ്യങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ ഏൽപ്പിക്കുകയാണ് നമ്മൾ. അതിനാണ് തവക്കുൽ എന്ന് പറയാം. കാരണം നമുക്ക് ഏതൊരു നിഅമത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇനി കിട്ടാനുണ്ടെങ്കിലും അതെല്ലാം പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്നാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് ഏതൊരു നിഅമത്തുണ്ടെങ്കിലും അതൊക്കെ പടച്ചവന്റെ അടുത്തു നിന്നാണ്. അപ്പൊ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ, നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ എത്രയോ നിഅമത്തുകളുണ്ട്. വഇൻ തഅദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങൾക്കത് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. അത്രയും നിഅമത്തുകൾ. അത് വമാ ബികും മിൻ നിഅമത്തിൻ, നിങ്ങൾക്ക് എന്ത് നിഅമത്തുണ്ടോ ഫമിനല്ലാഹ്, അത് പടച്ച റബ്ബിൽ നിന്ന് മാത്രമാകുന്നു. അതുകൊണ്ട് ഇനി നിഅമത്ത് കിട്ടാൻ ഏൽപ്പിക്കേണ്ടത് പടച്ചവനെയാണ്. ഇനി എന്തെങ്കിലും ആ നിഅമത്ത് നീങ്ങിപ്പോകാതിരിക്കാനും ഏൽപ്പിക്കേണ്ടത് അല്ലാഹുവിനെ തന്നെയാണ്. അതിനാണ് നമ്മൾ തവക്കുൽ എന്ന് പറയാം. അഥവാ നമുക്ക് നിഅമത്തുകൾ നൽകിയ, നമുക്ക് റിസ്ക് നൽകിയ, നമ്മുടെ അനുഗ്രഹങ്ങൾ നൽകിയ ആ പടച്ചവനെ നമ്മളെല്ലാ കാര്യം ഏൽപ്പിക്കുക. അതിനാണ് ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം തവക്കുൽ എന്ന് പറയും. ഈ തവക്കുൽ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പടച്ചവനെ ഏൽപ്പിക്കുന്നത്? കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്ത് ചോദിച്ചാലും അത് നൽകാൻ തയ്യാറാണെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഖജനാവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. നിങ്ങൾക്കാവശ്യമുള്ള ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതിന്റെ എല്ലാം ഖജനാവുകൾ അല്ലാഹുവിന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ, മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു, എന്തൊരു വസ്തുവാണെങ്കിലും അതിന്റെ ഖജനാവുകൾ, ഖസായിനുകൾ പടച്ച റബ്ബിന്റെ അടുക്കലുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താവശ്യം ചോദിച്ചാലും എന്ത് കാര്യം ഏൽപ്പിച്ചാലും അതൊക്കെ ഭംഗിയായി തരുന്നവൻ പടച്ചവനാണ്. പക്ഷെ വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം, ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ അപ്പം തന്നെ തരണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അതെല്ലാം കണക്ക് നോക്കി അതിന്റെ ഖദർ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവൻ ഇറക്കിത്തരുന്നതാണ്. സഹോദരന്മാരെ, ഇതിനാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തവക്കുൽ എന്ന് പറയും. എന്തുണ്ടെങ്കിലും പടച്ചവനെ ഏൽപ്പിക്കുക. അത് എന്റെ കാര്യം പടച്ചവൻ നോക്കും, അല്ലെങ്കിൽ എന്റെ വിഷയങ്ങൾ പടച്ചവൻ ശരിയാക്കി തരും, അള്ളാഹു ശരിയാക്കി തരുമെന്നൊരു ഈമാനിന്റെ വശമാണ് തവക്കുൽ എന്ന് പറഞ്ഞത്. അത് ഈമാനുമായിക്കൊണ്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിലാണ് തവക്കുൽ ചെയ്യേണ്ടത്. ഏത് കാര്യം നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് പ്രതിസന്ധിയുണ്ടോ, പ്രയാസമുണ്ടോ, ഇനി ഒന്നുമില്ലേ, എന്നാലും നിങ്ങൾ പടച്ചവനെ തവക്കുലാക്കിക്കോളി. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മരിച്ചു പോകാത്ത പടച്ച റബ്ബിലാണ് നിങ്ങൾ തവക്കുലാക്കേണ്ടത്. അപ്പോ നമ്മുടെ ആവശ്യം ചോദിച്ചാൽ അവ ഹയാത്തുണ്ടോ അല്ലെ നമുക്ക് സംശയമുള്ള ആൾ തവക്കുലാക്കാൻ പാടില്ല. ഒരു മയ്യത്തായ വ്യക്തിയിൽ തവക്കുലാക്കാൻ പാടില്ല. കാരണം അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സംബന്ധിച്ച് പറഞ്ഞു, വഇദാ വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവനാണ് പടച്ചവൻ. ആ പടച്ചവൻ നീ തവക്കുലാക്കിക്കും. ഇനി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പറയാം, നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എത്ര മുന്നൊരുക്കം നടത്തിയാലും അതിൽ പടച്ചവന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ നടക്കാൻ പോകുന്നില്ല. അത് അല്ലാഹുവിന്റെ തൗഫീഖ് വേണം. അതുകൊണ്ടാണ് വഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി അലല്ലാഹ്. എല്ലാം അലല്ലാഹ് ഏൽപ്പിക്കാൻ പറ്റൂല. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അസ്ബാബുകളിലേക്ക് മുന്നിടേണ്ടതുണ്ട്. നമ്മൾ മനുഷ്യരെന്ന നിലക്ക് നമ്മൾക്ക് ചെയ്യാൻ പറയുന്ന, അല്ലെങ്കിൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. രോഗം വന്നു എന്ന് കൂട്ടുക. ഒരു മനുഷ്യർ രോഗം വന്നു, ആ രോഗം വന്ന് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ചികിത്സിക്കണം. പക്ഷെ രോഗം മാറ്റുന്നവനാരാണ്? അല്ലാഹുമ്മ അൻത ശാഫി
പടച്ചോനെ നീയാണ് രോഗം ശിഫ നൽകുന്നവൻ. അപ്പൊ മരുന്ന് കുടിക്കാതെ പടച്ചോനിക്ക് രോഗം മാറ്റുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ലാതെ തവക്കുലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പള്ളിയിലേക്ക് ഒരാൾ വന്നു. അയാൾ തന്റെ ഒട്ടകത്തെ കെട്ടാതെ പള്ളിയിലേക്ക് തിരിച്ചു വന്നു. പള്ളിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ആ ഒട്ടകത്തെ കെട്ടിയിട്ട് വാ. അയാൾ പറഞ്ഞു, ഞാൻ അള്ളാഹുൽ തവക്കുലാക്കിയിട്ടാണ് വരുന്നത്, ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒട്ടകത്തെ. പ്രവാചകൻ പറഞ്ഞു, ഇതല്ല തവക്കുൽ, നീ കെട്ടിയിടുക ആദ്യം, എന്നിട്ട് അള്ളാഹുൽ തവക്കുൽ ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്നിട്ട് ബാക്കി കാര്യങ്ങളാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുക. അതാണ് ഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ബാക്കി അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അവൻ ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാര്യം പടച്ചോ നോക്കും, യാതൊരു സംശയവുമില്ല. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മതിയായവനാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ തവക്കുലാക്കിയ ഒരു മനുഷ്യനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കൈവിടുകയില്ല. ഈ തവക്കുൽ ക്ലിയറായ ഒരു ഈമാനികമായിക്കൊണ്ട് തവക്കുൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ ഒരു പേടി ഉണ്ടാവില്ല, ഒരു പടപ്പിനെയും അവന് പേടി ഉണ്ടാവില്ല, ഒരു പ്രയാസത്തെയും അവന് ഒരു അഭിമുഖീകരിക്കാൻ ഒരു ഭയവും ഉണ്ടാവുകയില്ല. കാരണം അവൻ അള്ളാഹുൽ തവക്കുലാക്കിയവനാണ്. ഈ ലോകത്ത് സൃഷ്ടിച്ച് അവന് നന്മകൾ നൽകിയ, അവന് ശർറ് തരാൻ തടുക്കാൻ കഴിയുന്ന പടച്ചറബിനെയാണ് അവൻ തവക്കുലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയം എന്ന് പറയുന്ന വസ്തു അവന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല. എന്ന് പറഞ്ഞ ഭയം എന്ന് പറഞ്ഞാൽ അവന് ഏതെങ്കിലും ജീവിതത്തിന് അപകടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഭയപ്പെടുന്നല്ല. ഒന്നും അള്ളാഹുവിന്റെ ദീന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാനും നന്മകൾ ചെയ്യാനും അതുപോലെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു ഭയവും അവന് പിടികൂടുകയില്ല. കാരണം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅതി ലിമാ മനഅത എന്നാണ് അവന്റെ വിശ്വാസം. അതോ പടച്ചോൻ നീ തന്ന് തടുക്കാനും ആരുമില്ല, നീ തടുത്തതിനെ തരാനും ആരുമില്ല എന്നതാണ് അവന്റെ വിശ്വാസം. കാരണം എല്ലാം പടച്ചോനാണ്. അവൻ എത്ര പ്രവർത്തിച്ചിട്ടും കാര്യമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അനുഗ്രഹം അവന് കൊടുത്തെങ്കിലല്ലാതെ അതവന് ലഭിക്കുകയില്ല എന്ന ആത്മാർത്ഥമായ ഈമാൻ അവനുണ്ടെങ്കിൽ അതാണ് തവക്കുൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗസ്വത്തു ദാത്തുർ റിഖാഇന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് യാത്ര പോകാണ്. ആ യാത്ര പോകുമ്പോൾ അവരൊരു മരത്തിന്റെ ചോട്ടിലെത്തി. അപ്പോ ഒരു മരമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ വെയിലുള്ള പ്രദേശമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പറഞ്ഞു, നബി നിങ്ങളെ മരത്തിന്റെ ചോട്ടിൽ ഉറങ്ങിക്കോളി, ഞങ്ങളിവിടെ എവിടെയെങ്കിലൊക്കെ ടെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങിക്കോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയപ്പോഴാണ് ഒരു ആറാബിയും ഒരു മുശ്രിക്കായ മനുഷ്യൻ വന്നു. പ്രവാചകന്റെ വാളയുടെ കയ്യിലെടുത്ത സംഭവം നമുക്കറിയാം. പ്രവാചകന്റെ ആൾ ചോദിച്ചു, മൻ യംനഉക മിന്നി, ഈ വാളിൽ നിന്ന് പ്രവാചകൻ നിരായുധനാണ്, പ്രവാചകന്റെ കയ്യിൽ ഒന്നുമില്ല, ഇയാളുടെ കയ്യിൽ വാളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാൾ ചോദിച്ചു, മൻ യംനഉക മിന്നി, ഖാല അല്ലാഹ്, പടച്ചോൻ രക്ഷിക്കും. അപ്പുറത്തൊക്കെ സഹാബത്ത് ഉറങ്ങുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ രക്ഷിതാവ് ഏഴാകാശങ്ങൾക്കപ്പുറത്തുള്ള പടച്ചവൻ, അവൻ എന്നെ ഈ സന്ദർഭത്തിൽ രക്ഷിക്കും. ആ സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാൾ താഴേക്ക് വെക്കുന്നു. ഫസഖത്ത് സൈഫ്, പ്രവാചകൻ എടുത്തു ചോദിച്ചു, മൻ യംനഉക മിന്നി, ആരാണ് എന്നിൽ നിന്ന് താങ്കൾ രക്ഷിക്കുക, നിന്നാരപ്പ രക്ഷപ്പെടുത്താൻ അവിടെ ഉള്ളത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, കുൻ ഖൈറ ആഖിദിൻ, നീ ആ വാളെടുക്കുന്നവൻ ഏറ്റവും ഖൈറുള്ളവൻ ആകുക താങ്കൾ എന്ന് ആ മനുഷ്യൻ പ്രവാചകനോട് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിച്ചു, തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നി റസൂലുള്ളാഹ്, നീ ശഹാദത്ത് കലിമ ചൊല്ലാൻ തയ്യാറുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് താങ്കൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞില്ല, ഞാൻ അംഗീകരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മനുഷ്യൻ പറഞ്ഞു, വലാകിൻ വാഹിദുക അല്ലാ ഉഖാതിലു, പക്ഷെ ഒരു കാര്യമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ശരി താങ്കളോട് ഞാൻ ഒരിക്കലും ഇനി യുദ്ധത്തിന് വരികയില്ല. വല അകൂനു മഅ ഖൗമിൻ യുഖാതിലൂനക, താങ്കളോട് യുദ്ധം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ പറയുകയും അങ്ങനെ ഖല്ല സബീലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ഒഴിവാക്കി വിടുകയും ചെയ്തു. ഈ സംഭവത്തിൽ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച സംഭവമാണിത്. ഇതിലൊരു മനുഷ്യന്റെ തവക്കുൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഭൗതികമായ നേട്ടങ്ങളെക്കുറിച്ച് പ്രവാചകൻ ഇവിടെ തന്റെ സ്വന്തം അനുഭവത്തിലൂടെ പഠിപ്പിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ആരാരും രക്ഷിക്കാനില്ലാത്ത സന്ദർഭത്തിലും സഹാബത്ത് ഉറങ്ങിക്കിടക്കുമ്പോഴും ഉറങ്ങാത്ത പടച്ച റബ്ബ്, അതാണ് വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഉറക്കമോ ക്ഷീണമോ മയക്കമോ മരണമോ ഇല്ലാത്ത പടച്ചവൻ തവക്കുലാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം അവിടെ ഉണ്ടാകും. മാത്രമല്ല അല്ലാഹു തവക്കുലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശത്രുവിന്റെ മനസ്സിൽ അല്ലാഹു ഭയമിട്ട് കൊടുക്കും.
അതുകൊണ്ടാണ് അയാളെ വലിയ ധൈര്യശാലിയായി പ്രവാചകനെതിരെ കൊല്ലാൻ വേണ്ടി വന്ന ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വിറച്ച് വാള് വീണുപോയത് എന്തുകൊണ്ടാണ്? പ്രവാചകനെ പടച്ചോൻ എന്ന ആ പ്രയോഗമാണ്. അള്ളാഹ് എന്നെ രക്ഷിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ കാത്തു രക്ഷിക്കും എന്ന ഈമാനിന്റെ ഉറച്ച ശബ്ദമാണ് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ പേടിയുണ്ടാക്കിയത്. ഇതേത് കാലത്തും ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. ഒരു മനുഷ്യന്റെ തവക്കുൽ ആത്മാർത്ഥമാണെങ്കിൽ ഫഹുവ ഹസ്ബുഹു, അള്ളാന്റെ സഹായം അവിടെ എത്തും. അത് ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റു രൂപത്തിലെത്തും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താ പ്രതീക്ഷ വെച്ചത്? തന്റെ അപ്പുറത്ത് കടന്നുറങ്ങുന്ന സഹാബത്താണോ? ആ സഹാബത്തിലല്ല പ്രവാചകന്റെ പ്രതീക്ഷ, ഏഴാകാശങ്ങൾക്കപ്പുറത്തുള്ള പടച്ചറബിലാണ് അള്ളാഹുവിന്റെ പ്രതീക്ഷ. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മഖ്ലൂക്കിലല്ല നമ്മൾ പ്രതീക്ഷ ഉണ്ടാകേണ്ടത്. ഏത് സന്ദർഭത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലാണ് നമ്മുടെ പ്രതീക്ഷ ഉണ്ടാകേണ്ടത്. ഇനി മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ അയാളെ വധിക്കാമായിരുന്നു. കാരണം പ്രവാചകനെ കൊല്ലാൻ വന്ന ഒരു മനുഷ്യനാണ് അയാൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിട്ടിയ ചാൻസിൽ വധിച്ചു കളയാൻ വേണ്ടി തക്കം പാർത്ത് വന്ന ഒരു മനുഷ്യനാണ് അയാൾ. വളരെ ഗുരുതരമായ ഇസ്ലാമിക ഗവൺമെന്റ് രൂപത്തിൽ അവിടുത്തെ ഭരണാധികാരിയെ വധിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റാണ്. അയാൾ തീർത്തും പ്രവാചകന്റെ വാളിന് അർഹനായിരുന്നു. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, നിങ്ങൾ ലാ ഇലാഹ ഇല്ല ചെല്ലുന്നുണ്ടോ? അതെന്ന് പറഞ്ഞു, ഞാൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു. എന്നാ ചെല്ലടാന്ന് റസൂൽ പറഞ്ഞോ? നിർബന്ധിപ്പിച്ചോ? ഇസ്ലാമിൽ ഒരിക്കലും വാളുകൊണ്ടുള്ള ബലാത്കാരവുമില്ല, വാക്കുകൾ കൊണ്ടുള്ള ബലാത്കാരവുമില്ല. ചെല്ലട കലിമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെല്ലിപ്പിച്ച് മതത്തിൽ കൂട്ടുന്ന ഏർപ്പാട് ഇസ്ലാമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി ഇയാളെയാണ് ചേർക്കേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ വേണ്ടി വന്ന് പ്രവാചകന്റെ മുമ്പിൽ നിരായുധനായി നിൽക്കുന്ന ആ മനുഷ്യനെ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദീനിലേക്ക് വരാൻ നിർബന്ധിച്ചില്ല. അതൊക്കെ എത്തിച്ചു കൊടുക്കൽ മാത്രം. അതൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖാണ്. തൗഫീഖുള്ളവർ സ്വീകരിക്കും. ഹൃദയത്തിൽ അള്ളാഹുവിന്റെ നൂറ് പ്രകാശിച്ചവൻ അല്ലെങ്കിൽ ആ നൂറ് കയറിയവൻ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കിട്ടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാളിൽ അല്ല തവക്കുലാക്കിയത്, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ വാളിനെ അല്ല പ്രവാചകൻ പേടിച്ചത്, അള്ളാഹുൽ തവക്കുലാക്കി. ആ മനുഷ്യനാകട്ടെ വാളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ കിട്ടിയ ചാൻസാണ് എന്ന് ആ മനുഷ്യൻ വാളിൽ തവക്കുലാക്കിയപ്പോൾ അള്ളാഹുലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തവക്കുലാക്കിയത്. അതുകൊണ്ടാണ് വിശ്വാസികളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനീങ്ങൾ ആരാണ്? അള്ളാഹുവിന്റെ നാമങ്ങൾ കേട്ടാൽ അവരുടെ ഹൃദയങ്ങൾക്ക് പേടിയുണ്ടാകും. പടച്ചോൻ എന്ന് ഒരാരെങ്കിലും ഒരു മനുഷ്യനെ ഓർമ്മിപ്പിച്ചു കൊടുത്താൽ അതവന്റെ ഹൃദയത്തിന് പേടിയുണ്ടാകും. എന്നാൽ കപടവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ടാവും. പിന്നെ എന്തെങ്കിലും അള്ളാഹ് അവരോട് പറയുമ്പോൾ ഇത്തഖില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞാൽ, അവന്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ആ ഒരു ദുഷ്ടപ്രതാപം ഉണ്ടല്ലോ, ആ പ്രതാപം അവൻ ആ തെറ്റിൽ തന്നെ പിടിച്ചു നിർത്തുന്ന. പടച്ചോനെ പേടിച്ചോ എന്ന് പറഞ്ഞാൽ എന്ത് പടച്ചോൻ, ഈ തെറ്റിൽ അവൻ ഉറച്ചു നിൽക്കും. എന്നാൽ വിശ്വാസികളാകട്ടെ, ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ കോതിക്കേൽപ്പിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ ഈമാൻ വർദ്ധിപ്പിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. പടച്ച റബ്ബിൽ അവർ തവക്കുലാക്കുന്നവരാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. മനുഷ്യൻ മാത്രമല്ല അള്ളാഹുൽ തവക്കുലാക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സർവ്വചരാചരങ്ങളും, അത് മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും അതുപോലെ തന്നെ ജീവജാലങ്ങളും എല്ലാം അള്ളാഹുവിനെ ആരാധിക്കുകയും പടച്ചോനിലാണ് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. മനുഷ്യന്മാർ മാത്രമല്ല, എല്ലാം. കാരണം ആ ജീവജാലങ്ങൾക്കറിയാം ഞങ്ങളുടെ സൃഷ്ടാവ് ആരാണെന്ന്, ആർക്കാണ് സുജൂദ് ചെയ്യേണ്ടത്, ആരിലാണ് തവക്കുലാക്കേണ്ടത്, ആരോടാണ് ചോദിക്കേണ്ടത്, എവിടെയാണ് ആരാധനകൾ അർപ്പിക്കേണ്ടത്. മനുഷ്യന്മാരിൽ കുറച്ച് ആൾക്കാർക്ക് അറിയില്ല എന്നേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അറിയാം. സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞു നോക്കൂ, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു. അല്ലയോ മനുഷ്യന്മാരെ നിങ്ങൾ കാണുന്നില്ലേ, അല്ലയോ പ്രവാചകരെ നിങ്ങൾ കാണുന്നില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി. വാനലോകത്തുള്ളവരും ഭൂമിയിലുള്ളവരും അല്ലാഹുവിന് സുജൂദുകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബ്. മനുഷ്യന്മാരിൽ കുറച്ചാൾക്കാരും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ജീവജാലങ്ങളും പർവ്വതങ്ങളും മരങ്ങളും വകസീറും മിനന്നാസ്. മനുഷ്യന്മാരിൽ അധിക ആളുകളും ഇവരൊക്കെ പടച്ചോന സുജൂദ്. ഇവരെല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിനെ തവക്കുലാക്കിയിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞു, ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, നിങ്ങൾ അല്ലാഹുവിൽ ശരിയാവണ്ണം തവക്കുലാക്കുക. ആരെപ്പോലെ? പക്ഷികളെപ്പോലെ. പക്ഷികൾ അല്ലാഹുവിൽ തവക്കുലാക്കുന്നുണ്ട്. ആ പക്ഷികൾ തവക്കുലാക്കുന്ന പോലെ നിങ്ങൾ തവക്കുലാക്കിയാൽ ലറുസിഖ്തും കമാ യുർസഖുത് തയ്റു, അല്ലാഹു പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ നിങ്ങൾക്കും അല്ലാഹു ഭക്ഷണം തരുന്നതാണ്. നിങ്ങൾ ആലോചിക്കുക, പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിയുണ്ടോ? അവർക്ക് ഓഫീസുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്ഥിരവരുമാനങ്ങളുണ്ടോ? ഒന്നുമില്ലല്ലോ. അവർ രാവിലെ റസൂലുള്ളാഹി പറയുന്നു തഖൂദു ഹിമാസൻ, അവർ രാവിലെ അങ്ങോട്ട് പോവാണ്, കൂട് വിട്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് പോകാണ്. ആ ആകാശത്തുള്ള പടച്ചറബിൽ തവക്കുലാക്കിയിട്ട് വാനങ്ങളിൽ പറന്നടക്കുന്ന പറവുകൾ തഖൂദു ഹിമാസൻ, അവർ ഉണങ്ങിയ വയറുമായി ഒട്ടിയ വയറുമായി കൊണ്ട് രാവിലെ പുറത്തേക്ക് പോകുന്നു അല്ലാഹുൽ തവക്കുലാക്കിക്കൊണ്ട്. വതറൂഹ ബിതാനൻ, അവർ വൈകുന്നേരം വീട്ടിലേക്ക് കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത് വയറു നിറയെ ആഹാരവുമായി കൊണ്ടാണ്. ഇതുപോലെ നിങ്ങൾക്ക് റിസ്ക് കിട്ടണോ? നിങ്ങൾ പക്ഷികൾ തവക്കുലാക്കുന്ന പോലെ അല്ലാഹുൽ തവക്കുലാക്കിക്കോളി. അപ്പൊ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹുവിനെയാണ് ആശ്രയിക്കുന്നത്. അല്ലാഹുവിനെയാണ് അവരെല്ലാം തവക്കുലാക്കുന്നത്. അതുകൊണ്ടാണ് വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിൽ ഏതൊരു ജീവജാലങ്ങളുണ്ടെങ്കിലും അതിന്റെ എല്ലാം റിസ്ക് പടച്ചോൻ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ റിസ്ക് അള്ളാഹിന്റെ കയ്യിലുണ്ട്. പക്ഷെ തവക്കുലാക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തവക്കുലാക്കണം. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുൽ തവക്കുലാക്കിക്കൊണ്ടാണ് ഇറങ്ങേണ്ടത്. ഉറങ്ങാൻ കിടക്കുമ്പോഴും അല്ലാഹുൽ തവക്കുലാക്കിക്കൊണ്ടാണ്. ഏത് സന്ദർഭത്തിലും, ഇനി പ്രയാസത്തിന്റെയും ശത്രു മുമ്പിൽ നിൽക്കുമ്പോഴും പടച്ചോനെയാണ് പേടിക്കേണ്ടത്, പടച്ചോനിലാണ് പ്രതീക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗറുഗഹിൽ അബൂബക്കർ സിദ്ദീഖും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന സന്ദർഭം നമുക്കറിയാലോ. ശത്രുവിന്റെ കാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖും കാണാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറുണ്ടായി. പ്രവാചകൻ ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമുണ്ട്, വമാ വന്നുക യാ അബൂബക്കർ ബിഇസ്നൈനി അല്ലാഹു സാലിസുഹുമാ. അബൂബക്കറെ, രണ്ടാളാണ് ഞാനും ഈയുള്ളൂ, പക്ഷെ ഇവിടെ മൂന്നാമനായി പടച്ചുകൊണ്ട്, അങ്ങനെ മൂന്നാമനായി പടച്ച റബ്ബുള്ള രണ്ടാളുകളെ കുറിച്ച് നീ എന്തിനു പേടിക്കണം അബൂബക്കറെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാധാനപ്പെടുത്താൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പിൽ കടലാണ്, ബാക്കിൽ ഫിർഔനാണ്. എന്ത് ചെയ്യണം? ഇന്നാല മുദ്റക്കൂ എന്ന് പറഞ്ഞു. മൂസാ നബി പേടിച്ചില്ല. ഖാല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, പടച്ചവന്റെ കൂടെ ഉണ്ട്, ഞാൻ അല്ലാഹുവിൽ പരമേൽപ്പിച്ചാ പോന്നിട്ടുള്ളത്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. നിങ്ങളൊക്കെ അതൊരൊറ്റ അത്ഭുതം അവിടെ ഉണ്ടായല്ലോ. ആ പർവ്വതത്തെ പിളർത്തിക്കൊണ്ട്, സമുദ്രത്തെ പിളർത്തിക്കൊണ്ട് അവർക്ക് പോകാൻ അള്ളാഹു വഴിയൊരുക്കി കൊടുത്തു. ഇതാണ് പടച്ചോനിൽ ഏൽപ്പിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗസ്വത്തു ഹസാബ് യുദ്ധത്തിന്റെ സന്ദർഭം നമുക്കറിയാം. ശത്രുക്കളെല്ലാം റസൂലുള്ളാഹിക്കെതിരെ മദീനയെ വളഞ്ഞു. ദിവസങ്ങളോളം അവർക്ക് ഭക്ഷണം പോലും ലഭിക്കാതെ പ്രയാസപ്പെട്ടു, പട്ടിണി കിടക്കുന്ന അവസ്ഥ ഉണ്ടായി. മുനാഫിക്കുകളായ ആളുകൾ പറഞ്ഞു, മുസ്ലിമീങ്ങളുടെ കഥ കഴിഞ്ഞു, നമ്മൾ പരാജയപ്പെടാൻ പോവുകയാണ്, മദീന തകരാൻ പോവുകയാണ്, മദീന ഇല്ലാതെയാകാൻ പോവുകയാണ്. അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, ജനങ്ങൾക്ക് ആളുകൾ വിശ്വാസികൾ അടുക്കുന്നു പറഞ്ഞാ ജനങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ, എല്ലാവരും നിങ്ങൾക്കെതിരെ ഒരുമിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫഖ്ശൗഹും, നിങ്ങൾ ആളുകളെ പേടിക്കണം, നിങ്ങളുടെ കഥ കഴിഞ്ഞു. ഫസാദഹും ഈമാനാ, യഥാർത്ഥത്തിൽ അവർക്ക് പേടിയല്ല വർദ്ധിച്ചത്, അവർക്ക് ഈമാനാണ് വർദ്ധിച്ചത്. വഖാലു, അവർ പ്രഖ്യാപിക്കുന്നു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാകുന്നു. കാരണം ഞങ്ങൾ അല്ലാഹുവിന്റെ ദീന്റെ മാർഗത്തിലാണുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ അല്ലാഹുവിന്റെ ആളുകളാണ്, അല്ലാഹ് ഞങ്ങൾക്ക് മതിയായവനും വനിഅമൽ വക്കീൽ, ആ വരമേൽപ്പിക്കാൻ അല്ലാഹു എത്ര മതിയായവനും എത്ര നല്ലവനുമാകുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, ഫലസ്തീനിൽ നമ്മുടെ പിഞ്ചോമന മക്കൾ ആ മിസൈലിന്റെയും തോക്കിന്റെയും മുമ്പിൽ അവർ പറയുന്ന വാചകം ഇതാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഞങ്ങൾ ആര് സഹായിച്ചിട്ടില്ലെങ്കിലും ഇനി ആര് സഹായിച്ചാലും വേണ്ടില്ല, അല്ലാഹു സുബ്ഹാനഹു ഞങ്ങൾക്ക് മതിയാവൻ. ഈ തവക്കുലുണ്ടെങ്കിൽ ഒരു പടപ്പിനും വിശ്വാസികൾക്ക് പേടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹസാബിൽ പറഞ്ഞു, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ്, അല്ലാഹുവിന്റെ സന്ദേശങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, വയഖ്ശൗനഹു, അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നു, വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ഒരു പടപ്പിനും അവർക്ക് പേടില്ല. അതാണ് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഓനെ പേടിച്ചിട്ട് അങ്ങനെ പേടിച്ചിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മൾ തവക്കുലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷെ ഈ തവക്കുലിന്റെ വിഷയത്തിൽ പലപ്പോഴും മുസ്ലിമീങ്ങളായ ആളുകൾ
വളരെ ദുർബലരാണ്. എന്ന് പറഞ്ഞാൽ പടച്ചോൻ ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ പലപ്പോഴും അത് ഏൽപ്പിക്കാതെ അതിനെ പേടിച്ചുകൊണ്ട്, മറ്റു പടപ്പുകളുടെ ഷെറുകളെ പേടിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും രീതിയിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ മന്ത്രിച്ചൂതി കെട്ടുന്ന ആൾക്കാരുണ്ട്. ഏതെങ്കിലും വിശുദ്ധ ഖുർആനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രങ്ങൾ ഓതിയിട്ട് നൂല് കെട്ടണമെന്തിനാ? ഈ നൂലിന്റെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും സംഭവിക്കൂല എന്നാ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂലല്ലെങ്കിൽ കയറുവാണെങ്കിൽ കെട്ടാമായിരുന്നു. പക്ഷെ പ്രവാചകൻ എന്താ പറഞ്ഞത്? മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഇത് കെട്ടിക്കഴിഞ്ഞാൽ ശിർക്ക് സംഭവിച്ചു. എന്തുകൊണ്ടാണ് ശിർക്ക് സംഭവിച്ചത്? റസൂൽ പറഞ്ഞു, മൻ തഅല്ലഖ തമീമത്തൻ വക്കില ഇലൈഹി. അവൻ അതിലേക്കാണ് തവക്കുലാക്കിയത്. അവന്റെ തവക്കുലി 2 റുപ്യന്റെ നൂലുമല. പടച്ച റബ്ബിന്റെ 7 ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ശക്തനായ പടച്ചോനെല്ലാം തവക്കുലി. ഈ കൊൽച്ചാ പൊട്ടും 2 റുപ്യന്റെ നൂലുമല അവന്റെ തവക്കുലി. അവന്റെ അള്ളാന്റെ സഹായം ഉണ്ടാകൂല. തെറ്റിപ്പോയി നമ്മുടെ ഈമാൻ. പടച്ച റബ്ബിൽ തവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തവക്കുലാക്കുന്ന അവിടെ അല്ല. അതുപോലെ തന്നെ വീടുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ചില ആൾക്കാരൻ അങ്ങോട്ട് മൂല വീടാകെ പൊളിച്ച് അങ്ങോട്ടാക്കണാണ്. അതെന്തിനാണ്? ഏതോ ഒരു മൂല്യാരും എന്ന് പറഞ്ഞതായിരിക്കും. ബിസ്മില്ലാ എന്ന് പറഞ്ഞ അള്ളാന്റെ മാർഗത്തിൽ വീടുണ്ടാക്കുക. നമുക്ക് നമ്മുടെ പ്ലാനനുസരിച്ച് നമുക്ക് താമസിക്കാനും നമുക്ക് ഇബാദത്തുകൾ ചെയ്യാനൊക്കെ പാകത്തിൽ വീടുണ്ടാക്കുക. ആളുകൾക്ക് വീടുണ്ടാക്കുന്ന സംശയം തീരെയില്ല. അടുക്കള അങ്ങോട്ടാണോ, കടർ ഇങ്ങോട്ടാണോ, ബാത്റൂം അങ്ങോട്ടാണോ, ബാത്റൂമിന്റെ വാതിൽ അങ്ങോട്ടാണോ? എന്തിനാ സഹോദരന്മാർ? നമ്മുടെ സൗകര്യം നമ്മുടെ സ്ഥലത്ത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ വീടുണ്ടാക്കുക. അത് ഏത് ഭാഗത്തേക്ക് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇനി കക്കൂസ് ഏത് ഭാഗത്ത് നമ്മൾ ബാത്റൂം ഉണ്ടാക്കുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ഉണ്ടാകാതിരിക്കാൻ നല്ലത്. ഇനി മാറുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതല്ലാതെ കന്നിമൂല പേടിച്ചിട്ടോ അല്ലെങ്കിൽ ശൈത്താമൂല പേടിച്ചിട്ടോ ഒക്കെ ആളുകൾ വസ്വാസിലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തതിനൊക്കെ ആവശ്യം? നമ്മൾ ചെയ്യേണ്ട കാര്യം അള്ളാഹുൽ തവക്കുലാക്കി ചെയ്താൽ ബാക്കി അലല്ലാ. അതാ തവക്കുൽ എന്ന് പറഞ്ഞത്. പുതിയ വാഹനങ്ങൾ എടുത്ത ആളുകൾ വേഗം കൊണ്ടുപോകും അമ്പുറത്തേക്ക്. എന്നിട്ട് അവിടുന്ന് ഒരു പച്ച കെട്ടിട്ടിട്ട് അതാ സ്റ്റെയറിംഗിന്റെ അടിയിൽ നിന്ന് കെട്ടിയാൽ ആളുകൾക്ക് സന്തോഷമായി. അത് സ്റ്റാർട്ടാക്കും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതാണ് തവക്കുൽ. പക്ഷെ അത് പോരാ ആളുകൾക്ക്. പടച്ചോനിൽ തവക്കുലാക്കിയാൽ ആ പടച്ചോൻ എന്തോ ഒരു കുറവുണ്ട്. നമുക്ക് അപ്പുറത്തൊരു പടപ്പിനും കൂടി ഇങ്ങോട്ട് കൂട്ടിയാലേ ആളുകൾക്ക് സമാധാനമാവുകയുള്ളൂ. അങ്ങനല്ല. ഇപ്പൊ നമ്മൾ നെഹ്സ് നോക്കുന്ന ആളുകൾ ഇതൊക്കെ തവക്കുലിനെതിരാണ്. ചൊവ്വാഴ്ച കല്യാണം നടത്തൂല, ചൊവ്വാഴ്ച നല്ല കാര്യങ്ങൾ ചെയ്യൂല, ചൊവ്വാഴ്ച ബാർബർ ഷോപ്പ് തുറക്കൂല. ഇതൊക്കെ എന്താ കാരണം? അതൊരു നല്ല ദിവസമല്ലാണ്. എല്ലാ ദിവസങ്ങളും നല്ലതാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യും പടച്ചോനെ ഏൽപ്പിച്ച് എന്ന് ചെയ്താലും അത് പടച്ചോ ഏറ്റെടുക്കും. അത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയൊന്നും പടച്ചോന് വ്യത്യാസമല്ല. ഏത് ദിവസമാണെങ്കിലും അത് ചെയ്യും. ഇപ്പൊ നിങ്ങൾ വീടുണ്ടാക്കുമ്പോൾ കാണാം ചിലകൾ പാല് കാച്ചിട്ടാ തുടങ്ങാം. അതൊക്കെ എന്താ? അതെന്തോ ഒരു അന്ധവിശ്വാസം. അപ്പൊ ഏതായാലും ചായ ഉണ്ടാക്കണ്ടേ, അപ്പൊ എന്നാ പാലും കാച്ചണ്ടേ, ആദ്യം പാല് കാച്ച, അവൻ ആദ്യം ചായ കാച്ചിട്ട് പാല് കാച്ചാൽ പോരാ, പറ്റൂല. ഇതൊരു നമ്മുടെ മനസ്സിൽ കൂടിയിരിക്കുന്ന അള്ളാഹുവിൽ ഏൽപ്പിച്ചാൽ അതൊന്നും നടക്കൂലേന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. അത് നമ്മുടെ ഈമാന്റെ കുറവാണ്. അതൊരിക്കലും അല്ലാഹു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അവൻ അല്ലാഹ് മതിയായവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ എവിടേക്കെങ്കിലും വയനാട്ടിലേക്ക് പോകുകയാണെങ്കിൽ ചില ആൾക്കാരാണ് അവിടെ താഴത്തുള്ള ജാറത്തേക്ക് 2 റുപ്യന്റെ നോട്ട് അല്ലെങ്കിൽ എവിടെ എടുക്കാത്ത നോട്ടങ്ങൾ വിളിച്ചെറിയും. അതെന്തോ ഒന്നുമില്ല, വെറുതെ കൊടുക്കുക. ചുരം കയറുമ്പോൾ എന്തെങ്കിലും അപകടം വന്നാലോ ഇയാൾ സഹായിച്ചാലോ ഇയാൾ തടുത്താലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, മലക്കുൽ മൗത്തിനെ തടുക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഇപ്പൊ മൂപ്പര് അവിടെ കിടക്കണത്. അല്ലെങ്കിൽ ജീവിച്ചിരിക്കൂലേ? അത് ചിന്തിക്കൂലല്ലോ. അയാളുടെ അടുക്കിലേക്ക് മലക്കുൽ മൗത്ത് വന്നപ്പോ മലക്കുൽ മൗത്തിനെ തടുക്കാൻ കഴിയാത്തതുകൊണ്ട് മൂപ്പര് മരിച്ചുപോയത്. പക്ഷെ ഇനി എന്റെ മലക്കുൽ മൗത്തിനെ തടുക്കാൻ ഇയാൾക്ക് കഴിഞ്ഞെങ്കിലും വിചാരിച്ചിട്ട് അവിടെ 2 റുപ്യ ഇടണം. നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ പൊട്ടത്തരമാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലില്ലാത്തതിന്റെ കുറവാണ്. പടച്ചോനെ ഏൽപ്പിച്ചാൽ അള്ളാഹ് എല്ലാം ചെയ്തു തരും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ചില ആളുകൾ വീട്ടിൽ അസ്മാഉൽ ബദരീങ്ങളെ പേര് എഴുതി വെക്കുക, അല്ലെങ്കിൽ പ്രത്യേകമായിക്കൊണ്ട് യാസീൻ എഴുതി വെക്കുക, അല്ലെങ്കിൽ കുറെ കള്ളം കളിയും അത് കള്ളൊക്കെ വരച്ചിട്ട് അവിടെ തൂക്കിയിടുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്നും ഒരു ഉപദ്രവം ഉണ്ടാകൂല. സഹോദരന്മാരെ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅ്തിയ ലിമാ മനഅത എന്ന് പറയുന്ന രീതി ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതാണ് തവക്കുൽ എന്ന് പറഞ്ഞത്. ഈ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഒരു മനുഷ്യനെയും ഒരു പടപ്പിനും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് അള്ളാഹു ഉദ്ദേശിച്ച ഷർറുകൾ നമുക്കുണ്ടാകും. അള്ളാഹു ഉദ്ദേശിച്ച ഷർറ് നമുക്കുണ്ടാകും. അത് ഒരു പക്ഷെ നമുക്ക് ഖൈറായിരിക്കാം. അത് നമ്മൾ മനസ്സിലാക്കാം. അതല്ലാതെ അള്ളാഹു ഉദ്ദേശിച്ചൊരു ഷർറ്
ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും തടുക്കാൻ നമുക്ക് സാധ്യമല്ല. അത് തടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അള്ളാഹുൽ വിശ്വാസക്കുറവ് കൊണ്ട് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തവക്കുൽ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പടച്ചോൻ നമ്മളെ സഹായിക്കുമെന്ന വിശ്വാസമാണ് തവക്കുൽ. അതുണ്ടെങ്കിലാണ് ഒരു മനുഷ്യന്റെ ഈമാൻ പൂർത്തിയാകും നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലുമുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അനുദിനമെന്നോണം മുസ്ലിമീങ്ങളെ അരികുവൽക്കരിക്കാൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ ഗൂഢമായ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ എന്നും ഒരു പ്രതിസ്ഥാനത്തും ഒരു പ്രശ്നക്കാരായും അവതരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവരൊന്നും ഇവിടെ ജീവിക്കേണ്ടവരല്ല, വേറെവിടക്കോ പോകേണ്ടവരാണ് എന്നുള്ള ഒരു നരേഷൻ, എന്നുള്ള ഒരു വായന ആളുകൾക്കിടയിൽ പരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിരന്തരമായി ചെറിയൊരു ഇഷ്യൂ വരുമ്പോൾ, അത് ഹിജാബിന്റെ വിഷയമാണെങ്കിലും മുത്തലാഖിന്റെ വിഷയമാണെങ്കിലും മുസ്ലിം ഇഷ്യൂ ആണെങ്കിൽ അതിനൊക്കെ വലിയ പബ്ലിസിറ്റിയും വലിയ മൈലേജും കിട്ടുകയും മറ്റുള്ളവരാണെങ്കിൽ അത് ഒന്നുമില്ലാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പം നമുക്കറിയാം, കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ ബോംബ് സ്ഫോടനം ഉണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് മീഡിയകളിലുമൊക്കെ അതിന്റെ ആദ്യത്തെ മണിക്കൂറുകളിൽ നമ്മളടക്കം മനസ്സിലാക്കിയത് എന്തായിരുന്നു? അതൊരു മുസ്ലിം ചെയ്തതായിരിക്കും, ഇസ്ലാമിയുടെ പ്രതി തൂക്കിലേറ്റപ്പെടാൻ പോവുകയാണ്, ഒരു മുസ്ലിം പ്രതിയായി പിടിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്നൊക്കെ ബേജാറിലാണ് നമ്മൾ ആ മണിക്കൂറുകളിൽ. ആ പ്രതി രംഗത്ത് വരുന്നത് വരെ നമ്മളൊക്കെ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് നമുക്ക് ആ പേടിയുണ്ടായത്? നമ്മൾ അങ്ങനെ ആക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ മനസ്സിലേക്ക് പോലും അങ്ങനെ ഒരു ഭയം ഇട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ അത് നമ്മുടെ കൗമനായിരിക്കുന്നു, നമ്മളുടെ അംഗീകരിച്ചു കൊടുക്കണം. പക്ഷെ പിന്നീടാണ് ആ വിഭാഗത്തിൽ തന്നെ പെട്ട ഒരു ക്രിസ്ത്യാനിയാണത് ചെയ്തത്. ആ ക്രിസ്ത്യാനിയുടെ പേര് വരുന്നതോട് പിന്നെ അതവിടെ ഫയല് ക്ലോസ് ആയിപ്പോയി. പിന്നെ അപ്പുറത്തേക്ക് അന്വേഷണമില്ല, ഓൻ ഭീകരവാദ ബന്ധമില്ല, ഓന്റെ കുടുംബത്തിൽ ഭീകരവാദികളില്ല, ഓൻ അന്താരാഷ്ട്ര ബന്ധങ്ങളില്ല, ഒന്നുമില്ല. അതേസമയത്തൊരു മുസ്ലിം നാമധാരിയാണെങ്കിൽ ഓന് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് മുസ്ലിമിനെ അപരവൽക്കരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയം ആണെങ്കിലും ഭരണകൂടമാണെങ്കിലും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാഴ്ചപ്പാടുകളും ചില കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നാളെ നടക്കുന്ന ഡയലോഗ്, അഥവാ അരീക്കോട് വെച്ച് നടക്കുന്ന ഡയലോഗിൽ വിശദമായിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കുന്ന നമ്മളെല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകൾ അത് നേരിട്ട് പങ്കെടുക്കണം, ഇല്ലെങ്കിൽ ലൈവ് കാണണം, ഇല്ലെങ്കിൽ അത് പിന്നീടെങ്കിലും നമ്മൾ കാണും. കാരണം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ, അപ്പൊ നമുക്ക് മുസ്ലിങ്ങൾക്ക് ഒരുപാട് ഇരട്ടപ്പേരുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ആളുകൾ കൊണ്ടു നടക്കുന്നുണ്ട്. മുസ്ലിമിന്റെ ഒരു വിഷയം വന്നാൽ അപ്പൊ ചർച്ചയ്ക്ക് വിളിക്കലാരാണ്? ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഇസ്ലാമിനെ തെറി പറയുന്ന ഒരു വിവരവുമില്ലാത്ത ആളുകളെ പ്രതിനിർത്തിയിട്ട് ഇവരാണ് ഇസ്ലാമിന്റെ ആളുകൾ. ഇസ്ലാം അനുസരിച്ച് 5 നേരം നിസ്കരിക്കുന്ന, താടി വളർത്തിയ, നെരിയാണിക്കുമ്പോൾ വസ്ത്രം ധരിക്കുന്ന, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളൊക്കെ പാലിക്കുന്നവരൊക്കെ ബാഡ് മുസ്ലിമാണ്, അവരൊക്കെ ചീത്ത മുസ്ലിമാണ്. നല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നിസ്കാരമൊന്നും വലിയല്ലാത്ത, അതുപോലെ തന്നെ ഇനി പള്ളിയിലേക്ക് എപ്പോഴെങ്കിലും വന്ന് എല്ലാ തോന്നിയാസത്തിനും ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ചിട്ടവട്ടങ്ങളൊന്നും പാലിക്കാതെ അങ്ങനെ ഒരു മതേതര ഒരു ലിബറൽ മുസ്ലിമായി ജീവിക്കുന്ന ഒരു ഗുഡ് മുസ്ലിം, നിങ്ങളാണ് നല്ല മുസ്ലിങ്ങൾ. അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടന്മാരെ കാണിച്ചിട്ട് ഇവരൊക്കെയാണ് നല്ല മുസ്ലിമീങ്ങൾ, നിങ്ങളൊക്കെ ചീത്ത, 5 നേരം പള്ളി പോലെ നിങ്ങളൊക്കെ ചീത്ത മുസ്ലിമീങ്ങളാണ്. അങ്ങനെ ഗുഡും ബാഡും തീരുമാനിക്കാനുള്ള അധികാരം നമ്മൾ ആർക്കും കൊടുത്തില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നല്ലവനാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും.
അള്ളാന്റെ അടുക്കൽ നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തഖ്വയുള്ളവരാണ്, അല്ലാതെ നിങ്ങൾ കാണുന്ന മാനദണ്ഡങ്ങളൊന്നുമല്ല അള്ളാന്റെ അടുക്കൽ ഉള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴൊക്കെ പോടങ്ങോട്ട് കലഞ്ഞ് കുലുങ്ങി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഇസ്ലാമിന്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കും. എന്താണ് ആ വിഷയത്തിന് വിശദമായ ഡയലോഗ് നാളെ നടക്കുന്നുണ്ട്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ, നമുക്കറിയാം തിരൂരാണ് തുടങ്ങി വെച്ച് നമ്മൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിന് കയറി നിരങ്ങി പ്രവാചകർ അധിക്ഷേപിച്ച കാലത്ത് നമ്മൾ ഡയലോഗ് തുടങ്ങിച്ചത്. ഇന്ന് ശത്രുക്കൾ അതിൽ ഓരോ പ്രസംഗങ്ങളും എത്രമാത്രം പേടിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇടുന്ന പോസ്റ്ററിന്റെ അടിയിൽ പോലും ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്ന് അവരുടെ മാലിന്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കാൻ അത്രമാത്രം പേടിക്കുന്നുണ്ട് അവർ. അല്ലാഹു അൽഹംദുലില്ലാഹ്, അത് നല്ല കാര്യമാണ്. നമ്മളെല്ലാവരും ഇത് കാണണം, കേൾക്കണം, പള്ളിയുടെ പരമാവധി ആളുകൾ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഉറപ്പുവരണം. അതുപോലെ തന്നെ സഹോദരൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത്, നമ്മുടെ പള്ളി അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ പള്ളി പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ മുഴുവൻ ഭാഗവും അകവും പുറമൊക്കെ പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം പെയിന്റിന് നല്ല സാമ്പത്തിക ചെലവുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു കലക്ഷൻ അടുത്ത ആഴ്ചയാണ് നമ്മുടെ പള്ളിയുടെ കലക്ഷൻ എടുക്കുന്നത്. അതുകൊണ്ട് ഈ ആഴ്ച ഓർമ്മിപ്പിച്ചെന്താ വെച്ചാൽ ഇനി ആരും മറന്നു വരേണ്ട, അത് കുറച്ചുകൂടി സംഖ്യ കനത്തിൽ തന്നെ കൊണ്ടുവരാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് കൂടി നിർത്തുകയാണ്. കാരണം പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നും ഇല്ലെങ്കിലും അങ്ങനെ നടന്നു പോകുന്ന പള്ളിയാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിലത്ത് പെരുമാറാവട്ടെ. പക്ഷെ അതുകൊണ്ട് തന്നെ എല്ലാവരും കാര്യമായി കൊണ്ട് അതിലേക്ക് അടുത്ത ആഴ്ച സംഭാവനയുമായിട്ട് വരണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മളെല്ലാ സൽക്കരങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിരിക്കുന്ന മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകി ആദരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.